ജില്ലാ സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഷാഹിദ് റഹ്മാനുണ്ട്. ഷാഹിദ്, ഇപ്പോൾ വയനാട് ടൗൺഷിപ്പിലേക്ക് മമ്മൂട്ടിയുടെ വരവ് അപ്രതീക്ഷിതമായിട്ടായിരുന്നോ? ഷാഹിദ് റഹ്മാൻ, ഇപ്പോൾ മമ്മൂട്ടിയുടെ വയനാട് സന്ദർശനം, അത് ടൗൺഷിപ്പ് കാണാനുള്ള അദ്ദേഹത്തിന്റെ വരവ് അപ്രതീക്ഷിതമായിട്ടായിരുന്നോ? തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. കാരണം അല്പസമയം മുൻപ് ഇവിടെ MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ, CPIന്റെ നേതാക്കളും CPMന്റെ നേതാക്കളും ഒക്കെ തന്നെ ഈ ടൗൺഷിപ്പിൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൗൺഷിപ്പ് സന്ദർശിച്ച ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും നേതാക്കളും ഒക്കെ പിരിഞ്ഞുപോയി. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ ഘട്ടത്തിലാണ് മമ്മൂട്ടിയുടെ ഒരു അപ്രതീക്ഷിത വരവ് ഉണ്ടാകുന്നത്. അദ്ദേഹം ഇവിടെ വരികയും ഇവിടെയുള്ള ഈ പണി പൂർത്തിയായിട്ടുള്ള, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശിച്ച വീടുകളിൽ കയറുകയും ഇവിടെയുള്ള ആളുകളോട്, അതായത് ആ വീടിന് അർഹരായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്, അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. തൊട്ടുപിറകെ ആളുകൾ കൂടി എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ ഇവിടെ നിന്ന് അപ്പോൾ തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ ഇത്രയും വലിയൊരു പദ്ധതി ആവിഷ്കരിച്ച ഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുന്ന ഘട്ടത്തിൽ അത് നേരിട്ട് കാണുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഈ വയനാട് ടൗൺഷിപ്പിലേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ സന്ദർശന വേളയിൽ ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകളോട് അദ്ദേഹം കുശലം പറഞ്ഞു. മാത്രമല്ല, ഈ വീട് മുഴുവൻ, ഇവിടെ ഉണ്ടായിരുന്ന വീടുകൾ, ഈ പണി പൂർത്തിയായിട്ടുള്ള 1-2 വീടുകൾ പൂർണ്ണമായും കണ്ട് അത് മനസ്സിലാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ഷാഹിദ് റഹ്മാൻ, മമ്മൂട്ടി വയനാട് ടൗൺഷിപ്പിലെത്തി വീടുകൾ സന്ദർശിച്ചിരിക്കുന്നതോടെ ആരാധകർ കൂടിയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വേഗം പോവുകയും ചെയ്തു എന്നുള്ളതാണ്.